ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതും കൂടുതൽ അധ്വാനിക്കേണ്ടതും. അതിനുവേണ്ടിയാണ് ഇവിടെ നമ്മൾ സമ്പത്തും പേരും പ്രശസ്തിയും എല്ലാം ഉള്ളവരാണെങ്കിലും ഒരു നിമിഷം മതി ഇതെല്ലാം ഇല്ലാതാകാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ തന്നതെല്ലാം ദൈവത്തിന്റെ ദാനമല്ലേ? നമ്മൾ എന്തിനഹങ്കരിക്കുന്നു? അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടൊന്നും നമ്മളൊന്നും കൊണ്ടല്ല ജനിച്ചു വീണത്. നമ്മൾ എങ്ങനെ ജനിച്ചു വീഴുന്നു അതുപോലെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഒന്നുമില്ലാതെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്. ആ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ മൈക്കിലൂടെ പറയുന്നത്. രക്ഷ വേണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ബാധ്യതയാണ്. വേറൊന്നും വേണ്ട. ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം അന്ന് പതിയും. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒന്നോർത്ത് നോക്കൂ, ദൈവത്തിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ള എല്ലാം നിങ്ങൾക്ക് നൽകും. ഇത് ദൈവത്തിന്റെ പ്രോമിസാണ്, വാഗ്ദാനമാണ്. എല്ലാ പ്രോമിസും നടക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. ഒരിക്കൽ കൂടി കേൾക്കുക, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. But strive first for the kingdom of God and His righteousness. All these things will be given to you as well. അപ്പോൾ നമുക്ക് ആ ദൈവത്തിൽ ഒന്ന് പ്രത്യാശ വെച്ച് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാം. അത് അന്വേഷിക്കേണ്ട സമയം നാളെയല്ല, ഈ നിമിഷം തന്നെയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഉള്ളിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വേറൊന്നും ചെയ്യാനില്ല, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ദൈവമേ, എന്നോട് ക്ഷമിക്കണേ, എനിക്ക് പറ്റിയ തെറ്റുകൾക്ക് ഓർത്ത് ക്ഷമ പറയുന്നു എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ അനുദമിച്ച് യേശുവേ ഒന്ന് വിളിച്ചാൽ യേശു ഓടിയെത്തും നമ്മുടെ അടുത്ത്. നമ്മുടെ ഹൃദയ കവാടത്തിൽ വസിക്കും. നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് എന്നുള്ള സത്യം നാം മനസ്സിലാക്കുക. അങ്ങനെ ദൈവം ആഗ്രഹിച്ചു വരികയാണ്, നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ കയറണമെങ്കിൽ ദൈവത്തിന് തല്ലി അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. ദൈവം യേശു ക്രിസ്തു നീതിമാനായ ദൈവം വെയിറ്റ് ചെയ്യും. നമ്മളെപ്പോഴാണ് നമ്മുടെ ഹൃദയം ഓപ്പൺ ആകുന്നത്, എപ്പോഴാണ് എന്നെ സ്വീകരിക്കാൻ ഇവര് റെഡി ആയിരിക്കുന്നത് എന്ന് ദൈവം നോക്കും. നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവം ഈസിയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും.